2006 മുതൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കൊയിലാണ്ടിയിൽ ഇത്തവണ പോരാട്ടം കനക്കും. 2 പതിറ്റാണ്ടായി കൈപിടിക്കാത്ത മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ദൗത്യം ഇത്തവണ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിനാണ്. 2 പതിറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് MLA ഇല്ലെന്ന ചരിത്രവും പ്രവീൺകുമാറിന് തിരുത്തിക്കുറിക്കേണ്ടതുണ്ട്. മുതൽ CPIM-നെ കൊയിലാണ്ടി കൈവിട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലും മണ്ഡലത്തിലും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതാണ് UDF ക്യാമ്പയിന്റെ പ്രതീക്ഷ ഉയർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും UDF നേടുമെന്നാണ് തദ്ദേശ ഫലത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് കൂടിയായ പ്രവീൺകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. വോട്ടെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ അതേ ആത്മവിശ്വാസത്തിലാണ് പ്രവീൺകുമാർ. മണ്ഡലവുമായി തനിക്ക് പൊക്കിൾക്കൊടി ബന്ധമാണുള്ളതെന്ന് പ്രവീൺകുമാർ പറയുന്നു. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ആദ്യാക്ഷരം കുറിച്ച മണ്ണ് തനിക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ. ഈ 20 വർഷമായി ഇത് തളർന്നു കിടക്കുകയാണ്. ഇത് വളരണം ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് പൊക്കിൾക്കൊടി ബന്ധമുള്ള മണ്ണാണിത്. ഞാൻ പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അരിശി കുറിച്ച മണ്ണ്. ഈ നാട് എന്റെയും UDF-നെയും കൈവിടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് 22,580 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന് ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യോളി നഗരസഭയും ചേങ്ങോട്ടുകാവ്, ചേമഞ്ചേരി, തിക്കോടി പഞ്ചായത്തുകളിലും UDF-ന് മുന്നേറ്റമുണ്ടായി. കൊയിലാണ്ടി നഗരസഭ, മൂടാടി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ LDF-ന് ഭരണം നിലനിർത്തി. ഭരണവിരുദ്ധ വികാരത്തിന്റെ അലയൊലികൾ കൊയിലാണ്ടിയിലും പ്രതിഫലിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. 100% ഉറപ്പാണ്. 100% ഉറപ്പുണ്ട്. എങ്ങനെ 100% പ്രതീക്ഷ? 100% പ്രതീക്ഷ. കൊയിലാണ്ടിയാണ് ഇക്കുറി പിടിച്ചെടുക്കും. തീർച്ചയായും 100% പിടിച്ചെടുക്കും. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ P. ശങ്കരനാണ് കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും അവസാനമായി കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച് നിയമസഭയിൽ എത്തിയത്. രാഷ്ട്രീയ ഗുരുവായിരുന്ന P. ശങ്കരന്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് കൊയിലാണ്ടിയിൽ വീണ്ടും കൈപ്പത്തി ചിഹ്നം വിജയക്കൊടി പാറിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവീൺകുമാർ. കൊയിലാണ്ടിക്കാർ പ്രിയപ്പെട്ട P. ശങ്കരന്റെ പിൻഗാമിയായി തന്നെ നിയമസഭയിലേക്ക് അയക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കെ പ്രവീൺകുമാർ പറയുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.